നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഓണക്കാലത്ത് വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ അതോടൊപ്പം തന്നെ നിലവിൽ സർക്കാർ വിതരണം ചെയ്യുന്ന വിവിധ ധനസഹായ പദ്ധതികളുടെ എല്ലാം കുടിശ്ശികയും അതോടൊപ്പം തന്നെ ലഭിക്കേണ്ട വിഹിതങ്ങളും എല്ലാം വിതരണം ചെയ്യുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. നിലവിൽ മുൻ സർക്കാർ അവതരിപ്പിച്ചതിന് 2 പ്രധാനപ്പെട്ട പദ്ധതികളുണ്ടായിരുന്നു. നിലവിൽ ഏറ്റവും അവസാനമായിട്ടാണ് പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷ വെച്ചിട്ടുള്ള, അതായത് 18 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് നിലവിൽ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പദ്ധതി. നിലവിൽ ഈ ഓഗസ്റ്റ് മാസം വിതരണം ചെയ്യുകയാണ് എങ്കിൽ 5 മാസത്തോളം, അതായത് ഏകദേശം പകുതി വർഷത്തോളമാകാൻ പോകുന്നു പദ്ധതിയുടെ ധനസഹായം മുടങ്ങിയിട്ട്. 5 ഗഡുക്കളിലൂടെ 5000 രൂപയോളം നമുക്ക് ലഭിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. പക്ഷേ പദ്ധതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരികയാണ്. നിലവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇനി തുടരുന്നില്ല. നിലവിൽ ഇനി ഈ പദ്ധതി പുതിയ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഫണ്ട് വകമാറ്റി മറ്റെന്തെങ്കിലുമൊക്കെ ക്ഷേമ പദ്ധതിക്ക് വിനിയോഗിക്കുകയായിരിക്കും ചെയ്യുക. മുൻപ് നമ്മൾ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലൊക്കെ അപേക്ഷകൾ വെച്ചിരുന്ന സമയത്ത് കൃത്യമായിട്ട് സേവന സൈറ്റിൽ നമ്മളുടെ വിവരങ്ങളെല്ലാം കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ആ രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആകെയുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റ് വിശദ വിവരങ്ങൾ പരിശോധിക്കുന്ന സംവിധാനം, അതായത് സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ഗുണഭോക്താവിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം, അതോടൊപ്പം ലഭിച്ച ഗഡുക്കളുടെ വിവരങ്ങൾ, ഏത് അക്കൗണ്ടിൽ തുക ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാറ്റസുകൾ, രേഖകൾ സമർപ്പിച്ചത് അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാനുള്ള സ്റ്റാറ്റസ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരുന്നു. ആ സംവിധാനം മാറ്റിയിട്ടുണ്ട്. അതായത് പദ്ധതി ഇനി തുടരുകയില്ല എന്നർത്ഥം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രിയദർശിനി യാത്രാ പദ്ധതി നിലവിൽ നമ്മളുടെ സംസ്ഥാനത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആനുകൂല്യം നമുക്ക് തുടർന്ന് ലഭിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതല്ല. എന്നാൽ ഇതോടൊപ്പം തന്നെ സർക്കാർ കൊണ്ടുവന്നിരുന്ന മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, CM കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രജ്വല എന്നാണ് മുൻപ് ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഇത് മുഖ്യമന്ത്രിയുടെ പേരിലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്കീം എന്ന പേരിലേക്ക് പേര് മാറ്റുകയായിരുന്നു. ഈ സ്കീമിൻ്റെ ധനസഹായം അത് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്ക് സ്കോളർഷിപ്പ്. ആ ധനസഹായ പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മുൻ സർക്കാർ നീക്കിവെച്ചിട്ടുള്ള ബജറ്റ് വിഹിതം ഉപയോഗിച്ചായിരിക്കും ഈ ഒരു ധനസഹായ വിതരണം സർക്കാർ പുനഃസ്ഥാപിക്കുന്നത്. ഓണക്കാലത്ത് തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾക്ക് വീണ്ടും തുടക്കമാകും. കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന മാസങ്ങളിലെ വിതരണമാണോ എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് വളരെ വൈകാതെ ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിക്കുന്ന സമയത്ത് വീഡിയോയിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരം ആനുകൂല്യങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട. പുതിയ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത്തരം അറിയിപ്പുകൾ നമ്മുടെ ചാനൽ വഴി നൽകുന്നതായിരിക്കും. ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾ, ക്ഷേമ പദ്ധതി അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ ആദ്യം തന്നെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.